പ്രതീക്ഷകൾ, അവരുടെ സ്വപ്നങ്ങൾ പൂവണിയുന്നതിന് വേണ്ടി, അവരുടെ സ്വപ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിലേക്ക് എത്തിപ്പെടുന്നതിന് വേണ്ടിയുള്ള മോട്ടിവേഷൻ കൊടുക്കേണ്ടത് ആ സമയത്താണ്. ആ സമയത്ത് മോനെ നീ നല്ലോണം പഠിക്കണം, നീ പഠിക്കുന്നില്ലെങ്കിൽ നിന്നെ ടീച്ചർ അടിക്കും. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ പടച്ചതമ്പുരാനെ കുറിച്ച്, മോനെ അല്ലാഹ് എന്ന് പറയുന്ന ആരാ? നമ്മുടെ സൃഷ്ടാവാണല്ലോ അല്ലേ? പിന്നെ പോയി ഇതാ അവിടെ പടച്ചവനെ പറഞ്ഞു കൊടുക്കണം. പടച്ചവനെ കുറിച്ച് നമ്മൾ സാധാരണ പറയുന്നുണ്ടോ, നീ തെറ്റ് ചെയ്താൽ നിനക്ക് നരകം കിട്ടും, നരകത്തിലിട്ട് കറക്കും തിരിക്കും, അങ്ങനെയാണോ റബ്ബ്? അതാണോ നമ്മുടെ റബ്ബ്? കാരുണ്യത്തിന്റെ കരുണാമയനല്ലേ റബ്ബ്, അല്ലേ? സ്നേഹമല്ലേ? കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രശ്നം പ്രതിസന്ധി വരുന്ന സമയത്ത് ആ കുഞ്ഞിന്റെ ഹൃദയം ഇങ്ങനെ പടച്ച തമ്പുരാനിലേക്ക് തുടിക്കണം, ഓടി എത്തുവാൻ വിതുമ്പണം. അതിന് ആ കുഞ്ഞിനും അള്ളാഹുവിനെ കുറിച്ച് എന്ത് കൊടുക്കണം? പടച്ചവനാണ് നിനക്ക് തന്നെ. ഒരു ചോറ് വായിലേക്ക് വെക്കുമ്പോഴത്തേക്ക് ഇത് തന്ന നിന്റെ പടച്ചവനാണ്, നിങ്ങൾക്ക് അങ്ങനെ ആരോഗ്യം തന്ന പടച്ചവൻ. ആ പടച്ചവനെ കുറിച്ച് അതായത് റബ്ബിനെ എങ്ങനെയാണോ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നിങ്ങൾ അവതരിപ്പിക്കുന്നത് അതായിരിക്കും ആ കുട്ടി പഠിക്കുന്നത്. അല്ലാതെ നമ്മൾ നീ നരകത്തിൽ പോകും, നിനക്ക് അത് കിട്ടും, തീയിലിട്ട് കറക്കും, തീയിലിട്ട് ഉരുക്കും, മറ്റേ ഷവായി ചിക്കൻ, ഇതല്ല പഠിപ്പിക്കേണ്ടത്. അപ്പൊ ഈ ടൈം ഉണ്ടല്ലോ, ഈ ടൈം മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട നല്ല നല്ല കാര്യങ്ങൾ അവരുടെ സ്വപ്നങ്ങളെ കുറിച്ചായിരിക്കണം. ഇനി ഈ കുഞ്ഞുങ്ങളെ ചില കാര്യങ്ങൾ നിങ്ങളടുത്ത് വന്ന് പറയും. ആ സമയത്ത് നമ്മളെന്ത് ചെയ്യും? കുഞ്ഞുങ്ങൾ അടുക്കളയിൽ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഒരു മോൻ വന്നിട്ട് ഉമ്മ ഉപ്പ എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് നിങ്ങളൊരു കഥ പറയാൻ അല്ലെങ്കിൽ കാര്യം പറയാൻ പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യും മോളെ? ഉമ്മാണെങ്കിലും ചട്ടകം തിരിച്ച് നിന്റെ പാപ്പാണെങ്കിൽ ഒരു ഇങ്ങനൊരു ആ നോട്ടത്തിൽ എല്ലാമായി, അല്ലേ? എല്ലാമായി കുഞ്ഞവിടെ പിന്നെ അല്ല, സത്യമല്ലേ? പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ, ഈ മക്കള് നിങ്ങളടുത്ത് പറയാൻ പോകുന്ന നിസ്സാരമായിട്ടുള്ള കാര്യമായിരിക്കാം. അവന്റെ ക്ലാസ് റൂമിൽ ചെന്നപ്പോഴത്തേക്ക് അവന്റെ കൂട്ടുകാരൻ ഇവന്റെ പേന എടുത്ത കഥയായിരിക്കാം, അതല്ല എങ്കിൽ ഒന്ന് മറച്ചിട്ട കഥയായിരിക്കാം, അല്ലെങ്കിൽ ഒന്ന് പിടിച്ച് തെള്ളിയ കഥയായിരിക്കാം, എന്തു ആയിക്കോട്ടെ. അല്ലെങ്കിൽ ഒരു ചെടി ഇങ്ങനെ വീണിട്ട് ആ ചെടിയിൽ ഇവൻ ചവിട്ടിയ കഥയായിരിക്കാം, എന്തു ആയിക്കോട്ടെ, എന്ത് പൊട്ടത്തരമായിക്കോട്ടെ. പക്ഷെ നിങ്ങൾ ആ സമയത്ത് ആ കഥ കേൾക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല എങ്കിൽ 1-2 തവണ ആ കുട്ടി ആവർത്തിക്കും, പിന്നെ നിങ്ങളടുത്ത് ഒന്നും പറയത്തില്ല. അതിനുള്ള പ്രശ്നം എന്താണെന്നറിയാവോ? ആ കുഞ്ഞ് വളർന്ന് വലുതായി ഒരു 9ാം ക്ലാസ് 10ാം ക്ലാസ് ആകുന്ന സമയത്ത് ഏതെങ്കിലും ഒരുത്തൻ ആ കുട്ടിയോട് മോശമായിട്ട് പെരുമാറിയാൽ നിങ്ങളടുത്ത് ഒന്നും പറയത്തില്ല. കാരണം എന്താ? നിങ്ങൾക്ക് കേൾക്കുവാൻ സമയമില്ല. നിങ്ങൾക്ക് എന്താ ഞോണ്ട് കുഞ്ഞടുത്തിരുന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോഴും ഇനി ഏതെങ്കിലും ഉമ്മമാരോ ഉപ്പമാരോ കുഞ്ഞിനെ കേൾക്കാൻ തയ്യാറായാലും എന്തുവാ എടുക്കും, ഫോൺ എടുത്ത് കൈ വെക്കും. അപ്പൊ കുഞ്ഞ് മോൻ പറഞ്ഞോ ഇവിടെ ഞോണ്ടോടുകൂടി ഞോണ്ട. അങ്ങനെയല്ല, കുഞ്ഞിന് ശ്രദ്ധ കൊടുക്കണം. കുഞ്ഞ് പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് കേൾക്കാൻ ആര് തയ്യാറാകണം? നമ്മൾ തയ്യാറാകണം. അതാണ് സ്നേഹബന്ധം എന്ന് പറയുന്നത്. മറ്റൊന്ന്, താരതമ്യം ചെയ്യരുത്. നമ്മൾ താരതമ്യം ചെയ്യുവോ? നിങ്ങൾ താരതമ്യം ചെയ്യുവോ? അതെന്തുവാ താരതമ്യം എന്ന് പറയുന്നത്? മോന് മാർക്ക് പറയുമ്പോ ഉമ്മ എന്തോ പറയുന്നേ? നിങ്ങളുടെ മക്കള് പിന്നെ എക്സാം കഴിഞ്ഞ് മാർക്കുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആദ്യമേ ചോദിക്കുന്ന ചോദ്യം എന്തുവാ? നിന്റെ കൂട്ടുകാർ ഫാത്തിമയ്ക്ക് എത്ര ഉണ്ടായിരുന്നു? അപ്പം ഇവക്ക് 98. അപ്പം അവള് പറയും 96. അൽഹംദുലില്ലാഹ്. മറ്റേ ആ ഐഷയ്ക്ക് എത്ര ഉണ്ടായിരുന്നു? അത് 100. കണ്ട, അവളെ കണ്ട് നിന്നെ ഞാൻ പഠിക്കാൻ വിട്ട്, അവളെ അവരുടെ പിതാവ് പഠിക്കാൻ വിട്ട്. എന്തിനാണ് നിന്നെ പഠിക്കാൻ വിടുന്നേ? എന്തോ കണ്ട പുറത്ത് വരുന്നോന്ന്, അല്ലേ? ഇത് താരതമ്യം ചെയ്യരുത്. അവര് നിങ്ങൾ പറഞ്ഞ മക്കൾക്ക് പഠന രീതി എന്ന് പറയുന്നത് പല കാറ്റഗറിയാണ് കുട്ടികൾക്ക്. ചില കുട്ടികൾ പെട്ടെന്ന് എന്ത് ചെയ്യും, പഠിക്കും. ചില കുട്ടികൾ പതുക്കെ പഠിക്കത്തുള്ളൂ. ഞാൻ പറയട്ടെ, പഠനത്തിലൊന്നും വലിയ കാര്യമില്ല എന്ന് പറഞ്ഞാൽ പഠിക്കാതിരിക്കണ്ട, പഠനത്തിൽ കാര്യമുണ്ട്. പക്ഷെ നിങ്ങൾ ഇങ്ങനെ അടിച്ചേൽപ്പിച്ച് പഠിപ്പിക്കുന്നതിൽ യാതൊരുവിധ കാര്യവും ഇല്ല. അവർക്ക് ഇഷ്ടപ്പെട്ട് പഠിക്കണം. അവർ പഠിക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ട് പഠിക്കണം. അവർക്കൊരു ലക്ഷ്യമുണ്ടാകണം. ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയാണ് പഠിക്കുന്നത് എന്നുള്ള ബോധം ആർക്കുണ്ടാകണം?
ആ മക്കൾക്കുണ്ടാകണമെങ്കിലേ അവർ നല്ലോണം പഠിക്കത്തുള്ളൂ. അല്ല നിങ്ങൾ എത്ര അടിച്ചേൽപ്പിച്ചാലും ഒരു ഗുണവുമില്ല. അപ്പൊ താരതമ്യം ചെയ്യാൻ പാടില്ല. മാർക്ക് അവർക്ക് എത്ര കുറഞ്ഞോട്ടെ എത്ര കൂടിയോട്ടെ. ഞാനൊന്ന് ചോദിച്ചോളട്ടെ, നിങ്ങൾ സാധാരണ പറയാതെ ഒരു ഡയലോഗ് ഉണ്ട്. 2 മക്കളുണ്ടെന്ന് ഇരിക്കട്ടെ വീട്ടില്. ഇക്കാലത്ത് പറയും നീ നിന്റെ അനിയനെ കണ്ടുപിടി, അനിയനോട് പറയും നീ ഇക്കായെ കണ്ടുപിടി, മക്കളെ തമ്മിലടിപ്പിച്ച്. ഇത് നിങ്ങൾ നോക്കൂ, ഭാര്യ ഭർത്താക്കന്മാരെ താരതമ്യം ചെയ്താലോ, ഭർത്താവ് പറയുക ഒരു ഭാര്യയുടെ മുമ്പിൽ വെച്ചിട്ട് ഇല്ല പോകുന്ന കുട്ടിയെ കൊണ്ടു, എന്ത് സുന്ദരിയാ, എന്തായിരിക്കും അന്നത്തെ ദിവസം? വിഷം അയ്യോ അവിടെ സുന്ദരിയൊന്നും ഇല്ല. വിഷം കലക്കി കൊടുക്കത്തില്ലേ നിങ്ങൾ? ഇല്ലേ? കൊടുക്കുവോ ഇല്ലയോ? അന്ന് കട്ടൻ ചായ കൊടുത്ത ചോദിച്ചാൽ കൊടുക്കുവോ നിങ്ങൾ? പറയാ ആ സുന്ദരിയുടെ ഇത് പോയി മേടിച്ച് കുടിക്കാൻ പറയും. ഇനി ഭർത്താവിൻ്റെ അടുത്ത് നിങ്ങൾ പറയും അപ്പുറത്ത് അയക്കായൊക്കെ ഉണ്ടോ, എന്ത് നല്ല മസില, അന്നത്തെ ദിവസം ഇറങ്ങി ഉറക്കം കാണത്തില്ല, നാളെ തന്നെ ജിപ്പിന് പോകണം അല്ലേ? ഇനി മക്കളെ നോക്കൂ, ഇവിടെ ആരാണ് കിടന്നിരിക്കുന്നത്? മക്കളെ നോക്കൂ, മക്കള് പറയുമോ അപ്പുറത്തൊരു ഉമ്മയുണ്ടല്ലോ, അപ്പുറത്തൊരു ഉപ്പയുണ്ടല്ലോ, എത്ര നല്ല ഉപ്പയാണ് എത്ര നല്ല ഉമ്മയാണ് എന്ന് പറഞ്ഞാലോ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ? ആ ഉമ്മയെ കണ്ടു പഠിക്കാൻ പറഞ്ഞാൽ സഹിക്കാൻ പറ്റുമോ? അന്നേരം നിങ്ങൾ മക്കൾ എന്ത് ചെയ്യും? താരതമ്യം ചെയ്തിരിക്കും. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. മക്കളെ താരതമ്യം ചെയ്യാൻ പാടില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ പാടില്ല? താരതമ്യം ചെയ്യാൻ പാടില്ല. സമയത്തിന്റെ കുറവുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാ. മറ്റൊന്ന്, ഉപദേശമല്ല വേണ്ടത്, ജീവിച്ച് കാണിച്ചു കൊടുക്കലാണ്. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, മാതൃക ആരാക്കണം? മാതാപിതാക്കളാകണം. നമ്മുടെ എൻ്റെ വാപ്പയാണ് എനിക്കിന്നും മാതൃക, എൻ്റെ പിതാവാണ്.